എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം നമ്മുടെ ഓണം എക്സാമും ഓണം വെക്കേഷനും ഒക്കെ ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മളിതാ നെക്സ്റ്റ് ടേം, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം, അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ LSS എക്സാം, ഇതിനു വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ EVSന്റെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കലാകേരളം, കേരള എ സിംഫണി ഓഫ് ആർട്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആ ഒരു ഹെഡ്ലൈൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ധാരാളം ആർട്സ് ഫോംസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഓണപരിപാടികളിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ നിങ്ങൾ തിരുവാതിര കളിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ തിരുവാതിര പോലെ തന്നെ ഒപ്പനയുണ്ട്, മാർഗം കളിയുണ്ട്, അതുപോലെ തന്നെ മംഗലം കളിയുണ്ട്. അങ്ങനെ ധാരാളം കലാരൂപങ്ങളെ പറ്റി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾ ഏതൊക്കെയാണ് കലാരൂപങ്ങളെന്നും അവയുടെ ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അവയെ പറ്റി കുറച്ച് കുറിപ്പ് തയ്യാറാക്കാനും പഠിച്ചിരിക്കണം. ഓക്കെ, സോ നമ്മളിവിടെ 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വേഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഈ കൊടുത്തിരിക്കുന്നത് ഏതെല്ലാം ഡാൻസ് ഫോംസ് ആണ്, അല്ലെങ്കിൽ ഏതെല്ലാം കലാരൂപങ്ങളാണ്? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പെട്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റും അല്ലേ? ഫസ്റ്റത്തെ ആ ഒരു പ്രോഗ്രാം എപ്പോഴാണ്? മിസ് പറഞ്ഞതുപോലെ റീസെന്റ് ആയിട്ട് ഓണത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതാണ് തിരുവാതിര. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് നമ്മൾ ക്രിസ്ത്യൻസിന്റെ ഇടയിലൊക്കെ ധാരാളമായി കാണുന്ന നമ്മുടെ മാർഗം കളി. അപ്പൊ ഈ 2 കലാരൂപങ്ങളെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പഠിക്കണം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന തിരുവാതിരയെ പറ്റിയും അതുപോലെ തന്നെ മാർഗം കളിനെ പറ്റിയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? യെസ്, നമ്മുടെ സ്വന്തം തിരുവാതിരനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാം. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതായത് തിരുവാതിര കൂടുതലായിട്ടും കാണുന്നത് എപ്പോഴാണ്? ധനുമാസത്തില് തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടിയാണ് ഇത് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ തിരുവാതിര കളിക്കുന്നത് വട്ടത്തിലാണ്. അതിന്റെ സെന്ററിൽ ഒരു കത്തിച്ച നിലവിളക്കുണ്ടാവും. തിരുവാതിര കളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ എ വിമൺ. ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് പാർട്ട് ഓഫ് ദി തിരുവാതിര സെലിബ്രേഷൻ ഇൻ ദി മന്ത് ഓഫ് ധനു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിങ്ങനെ തിരുവാതിരനെ പറ്റിയും അതുപോലെ തന്നെ ഒപ്പന, മാർഗം കളി, മംഗലം കളി, അങ്ങനെ ധാരാളം കാര്യങ്ങളെ പറ്റി ഒരു സംഭാഷണ രൂപേണയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ആ സംഭാഷണമൊക്കെ വായിച്ചിട്ട് ഓരോ ഐറ്റംസിനെ പറ്റിയും നിങ്ങൾ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മാർഗം കളിയാണ്. മാർഗം കളിക്കും നടുവിൽ നിലവിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് മാർഗം കളിക്ക് ആലപിക്കുന്നത്. മാർഗം കളിക്ക് ചട്ടയും മുണ്ടുമാണ് വേഷം. അതേസമയം തിരുവാതിരയ്ക്ക് കേരളീയ വേഷമാണ് ധരിക്കുന്നത്. അപ്പൊ മാർഗം കളിയും തിരുവാതിരയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്താൻ പറഞ്ഞാൽ നമുക്ക് ഈ പോയിന്റുകളൊക്കെ എഴുതാനായിട്ട് പറ്റും. എന്തെല്ലാം പോയിന്റാണ്? ഈ തിരുവാതിരയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മാർഗം കളിക്കാണെങ്കിലും സെന്ററിൽ നടുക്ക് നമ്മൾ കത്തിച്ചു വെച്ച് നിലവിളക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തിരുവാതിരന്റെ വേഷം എന്ന് പറയുന്നത് കേരളീയ വേഷമാണ്. മാർഗം കളിക്കാണെങ്കിൽ ചട്ടയും മുണ്ടുമാണ്. ഇനി മാർഗം കളിയിൽ ആലപിക്കുന്ന ഗാനം എന്ന് പറയുന്നത് എന്തിനെ പറ്റി പരാമർശിക്കുന്നതാണ്? ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ്. ഓക്കെ, ഇൻ മാർഗം കളി ഓൾസോ എ നിലവിളക്ക് ഈസ് ലൈറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദി മിഡിൽ. സോങ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇറ്റ് ഈസ് സങ് ഫോർ മാർഗം കളി. ദ കോസ്റ്റ്യൂം ഫോർ മാർഗം കളി ഈസ് Chatta and Mund. For Tiruvadira Kali, the dancers wear the traditional costume of Kerala. ഓക്കെ, അപ്പൊ 2 കലാരൂപങ്ങളെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇത് മാത്രമല്ല, മിസ് പറഞ്ഞതുപോലെ തന്നെ ഇനി ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പെയിന്റിങ്ങിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ റെക്കോർഡ് സെക്ഷൻസ് ആയിട്ടും ഒക്കെ നമ്മുടെ ക്ലാസ് 4 യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ എത്രയും പെട്ടെന്ന് എല്ലാവരും അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടോ. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വരുന്ന ക്രിസ്മസും അതുപോലെ LSS ആനുവൽ എക്സാമും ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രാണഭാഷ നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഓണം ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ സ്ക്രോളിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.